2021 മാർച്ച് 10 മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ആദവനാട് ചോറ്റൂർ കഞ്ഞിപ്പുര കിഴക്കേ പറമ്പാട്ട് കബീറിൻ്റെ മകളായ സുബീറ ഫർഹത്ത് രാവിലെ ജോലിക്ക് പോകാനായി വീട്ടിൽ നിന്നിറങ്ങി. വെട്ടിച്ചിറയിലുള്ള ഒരു ദന്തൽ ക്ലിനിക്കിലെ ജീവനക്കാരിയായിരുന്നു ആ 21കാരി. സാധാരണ ജോലിക്കെത്തേണ്ട സമയം കഴിഞ്ഞപ്പോൾ സുബീറ ജോലി ചെയ്യുന്ന ക്ലിനിക്കിൽ നിന്ന് അവളുടെ ഉമ്മയെ വിളിച്ചു. സുബീറ അവിടെ എത്തിയിട്ടില്ല. സാധാരണയായി അവൾ ഇതിനു മുമ്പേ എത്തേണ്ടതാണ്. അവധി വേണമെങ്കിൽ മുൻകൂട്ടി പറയുകയും ചെയ്യും. എന്നാൽ അവധി വേണമെന്നുള്ള കാര്യമൊന്നും അവൾ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അത്യാവശ്യമുള്ളത് കൊണ്ട് വരാതിരിക്കുന്നതാണോ എന്നറിയാനാണ് ജോലി ചെയ്യുന്ന ക്ലിനിക്കിൽ നിന്ന് അവളുടെ ഉമ്മയെ വിളിച്ചത്. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയല്ലോ എന്നാണ് ഉമ്മ മറുപടി പറഞ്ഞത്. പക്ഷേ അവരുടെ ഉള്ളിൽ എന്തോ ഒരു ആശങ്ക തോന്നി. സാധാരണ ഇങ്ങനെ സംഭവിക്കാത്തതാണ്. പിന്നെ അവർ സ്വയം സമാധാനിച്ചു. ഒരുപക്ഷെ ബസ് കിട്ടാൻ വൈകിക്കാണും, അല്ലെങ്കിൽ ബസ്സിൽ തിരക്കായതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റാത്തതായിരിക്കാം. ഇങ്ങനെയൊക്കെ ആ ഉമ്മ സമാധാനിച്ചു. കുറേ കഴിഞ്ഞ് അവർ ക്ലിനിക്കിലേക്ക് വിളിച്ച് സുബീറ അവിടെ എത്തിയോ എന്നന്വേഷിച്ചു. എത്തിയിട്ടില്ല എന്നായിരുന്നു അവിടെ നിന്ന് കിട്ടിയ മറുപടി. അതോടെ അവർക്ക് ആധിയായി. അവർ വീണ്ടും സുബീറയെ വിളിച്ചു. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അവർ ഭർത്താവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ പല ബന്ധുവീടുകളിലും വിളിച്ച് സുബീറ അവിടെ എങ്ങാനും എത്തിയിട്ടുണ്ടോ എന്ന് തിരക്കി. പക്ഷേ അവിടെ ഒരിടത്തും അവൾ ചെന്നിട്ടുണ്ടായിരുന്നില്ല. അതോടെ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം തുടങ്ങി. അവളുടെ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതോടെ പോലീസിന് സംശയമായി. അവൾക്ക് ഏതെങ്കിലും പ്രണയമുണ്ടോ, ഇഷ്ടപ്പെട്ട ആളോടൊപ്പം പോയതാണോ എന്നൊക്കെ ഈ പോലീസും നാട്ടുകാരുമൊക്കെ അവരുടേതായ രീതിയിൽ അന്വേഷിച്ചു. പക്ഷേ സുബീറയുടെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ ഒന്നും ഇതേക്കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെ പോലീസ് സുബീറ വീട്ടിൽ നിന്നിറങ്ങി ബസ് കയറാൻ പോകുന്ന വഴികളിലെയൊക്കെ CCTV ക്യാമറകൾ പരിശോധിച്ചു. രാവിലെ 9:04 തൊട്ടടുത്തുള്ള ഒരു വീടിൻ്റെ CCTV ക്യാമറയിൽ അവൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ 10:30 വരെ പ്രവർത്തിച്ചിരുന്ന ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു ചെയ്തത്. സ്വിച്ച് ഓഫ് ആകുന്ന സമയം വരെ മൊബൈൽ ഫോൺ വളാഞ്ചേരി ടവർ ലൊക്കേഷൻ്റെ പരിധിയിൽ തന്നെ ഉണ്ടായിരുന്നു താനും. എന്തിനാണ് സുബീറ ഫോൺ ഓഫ് ചെയ്തത്? വീട്ടിൽ നിന്നിറങ്ങിയിട്ട് 10:30 വരെ അവൾ എവിടെയായിരുന്നു? എന്തു ചെയ്യുകയായിരുന്നു? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമുണ്ടായില്ല. നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ അവരുടേതായ അന്വേഷണങ്ങൾ പലയിടങ്ങളിലും നടത്തി. പക്ഷേ ഒരു വിവരവും കിട്ടിയില്ല. അതോടെ തിരൂർ DYSP KA സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ദിവസങ്ങൾ കടന്നുപോയി. സുബീറയെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും കിട്ടാതായതോടെ പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ അവളുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചു. പക്ഷേ അതിൽ ദുരൂഹമായതൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഇത് പോലീസിനെ വട്ടം കറക്കി. ആകെയുള്ള തുമ്പ് വീട്ടിൽ നിന്നിറങ്ങിയ സുബീറ നടന്നു പോകുന്നതായി അടുത്ത വീട്ടിലുള്ള CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ മാത്രമാണ്. അത് 9:04 താനും. ഈ വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറുക്കു വഴിയിലൂടെ നടന്നാണ് സുബീറ മെയിൻ റോഡിലേക്ക് എത്തുന്നത്. പിന്നീട് വട്ടപ്പാറ CI ഓഫീസിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി വെട്ടിച്ചിറയിൽ ജോലി ചെയ്യുന്ന ക്ലിനിക്കിലെത്തും. എന്നാൽ കാണാതായ ദിവസം അവൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടില്ലെന്ന് ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഒരു സ്ഥാപനത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് മനസ്സിലായി. അതോടെ പോലീസിന് ഒരു കാര്യം മനസ്സിലായി. പ്രധാന റോഡിലേക്ക് എത്താനുള്ള കുറുക്കുവഴിയിൽ വെച്ചാണ് അവൾ അപ്രത്യക്ഷയായിരിക്കുന്നത്. സുബീറയുടെ വീടിനടുത്ത് ഒരു ചെങ്കൽ ക്വാറി ഉണ്ടായിരുന്നു. വല്ലാത്ത വിജനമായ ഒരിടമായിരുന്നു ആ ചെങ്കൽ ക്വാറിയുടെ പരിസരം. ഇനി അവിടെ വെച്ച് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടതാണോ എന്ന് സംശയിച്ച നാട്ടുകാർ അവിടെ ആകെ പരിശോധന നടത്തി. പക്ഷേ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല. ആ ക്വാറിക്കടുത്ത് കുറേ മണ്ണ് കൂട്ടിയിട്ടിരുന്നു. എന്നാൽ ഒരൊറ്റ രാത്രി കൊണ്ട് ആ മണ്ണ് നിരപ്പാക്കി. ഇത് നാട്ടുകാർക്കും പോലീസിനും സംശയമുണ്ടാക്കി. ഈ സ്ഥലം നോക്കി നടത്തിയിരുന്നത് വാരിക്കോടൻ അൻവർ എന്നൊരാളായിരുന്നു. സുബീറയുടെ അയൽവാസി കൂടിയായിരുന്നു ഈ അൻവർ. പോലീസ് അയാളെ ചോദ്യം ചെയ്തു. റോഡിന് വേണ്ടി നിരപ്പാക്കിയതാണ്, JCBക്ക് അപ്പോഴാണ് ഒഴിവ് കിട്ടിയത് എന്നൊക്കെ അയാൾ പല കാരണങ്ങളും പോലീസിനോട് പറഞ്ഞു. അൻവറിൻ്റെ പരിഭ്രമവും മൊഴികളിലെ വൈരുദ്ധ്യങ്ങളുമെല്ലാം പോലീസിന് കൂടുതൽ സംശയങ്ങളുണ്ടാക്കി. സുബീറയെ കാണാതായത് 10-ാം തീയതിയാണ്. 12-ാം തീയതിയാണ് മണ്ണ് നിരപ്പാക്കിയിട്ടുള്ളത്. അതും ഒറ്റ രാത്രി കൊണ്ട്. സുബീറയെ കാണാതായതിനു ശേഷം അവൾക്കായി നടത്തിയ തിരച്ചിലിൽ അൻവർ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിലും ഒപ്പം നിന്ന് സഹായിച്ചിരുന്നു അൻവർ. എന്തായാലും ഈ മണ്ണ് നിരത്തിയ JCBയുടെ ഓപ്പറേറ്ററെ പോലീസ് ചോദ്യം ചെയ്തു. അൻവർ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് താൻ ആ രാത്രി തന്നെ JCBയുമായെത്തി മണ്ണ് നിരത്തിയത് എന്നാണ് JCB ഓപ്പറേറ്റർ പോലീസിനോട് പറഞ്ഞത്. എന്നു മാത്രമല്ല, മണ്ണ് നിരത്തിയ ഇടം പോലീസ് പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും അത് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തുകയും മറ്റു ഭാഗങ്ങളിൽ കുഴിക്കാൻ പറയുകയും ഒക്കെ ചെയ്തിരുന്നു അൻവർ. സുബീറയ്ക്കായുള്ള തിരച്ചിൽ നടക്കുമ്പോൾ പോലീസിന് സഹായിയായി നിന്നിട്ടുള്ള ആളാണ് അൻവർ. എന്തായാലും അവരയാളെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു. പിന്നെ കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ അൻവറിന് കഴിഞ്ഞില്ല. അതെ, ഞാൻ തന്നെയാണ് സുബീറയെ കൊന്നത്. ഒടുവിൽ അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു.
അവൾ അണിഞ്ഞിരുന്ന വെറും 3.5 പവൻ്റെ സ്വർണത്തിനു വേണ്ടിയായിരുന്നു ഈ കൊടും ക്രൂരത. വിജനമായ ആ ഇടവഴിയിൽ വെച്ചാണ് അവളെ കൊലപ്പെടുത്തിയത്. സുബീറയുടെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 50 മീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊല നടന്നിടത്തേക്ക്. ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്ന സുബീറയെ ബലമായി അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ അൻവർ. കൊലപാതകം നടത്തിയതിനു ശേഷം അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ അഴിച്ചെടുത്ത് മൃതദേഹം തൊട്ടടുത്തുള്ള പുരയിടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് ഒരു ചാക്കുമായെത്തി മൃതദേഹം ആ ചാക്കിൽ കയറ്റി മണ്ണ് നിരത്തിയ ഇടത്തേക്ക് കൊണ്ടുപോയി. ആ സ്ഥലം മറ്റൊരാളുടേതായിരുന്നെങ്കിലും നോക്കി നടത്തിയിരുന്നത് അൻവറായിരുന്നു. പിന്നീട് അവിടെ ഒരു കുഴിയെടുത്തു. കുഴിയെടുക്കുന്നത് ചിലരൊക്കെ കണ്ടിരുന്നെങ്കിലും പുരയിടം നോക്കി നടത്തിയിരുന്നത് അൻവർ ആയിരുന്നതുകൊണ്ട് ആർക്കും അയാളെ സംശയമൊന്നും തോന്നിയില്ല. പിന്നീട് അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് ക്വാറിയിലെ JCB കൊണ്ടുവന്ന് നിരത്തി. കൃഷിയുടെ ആവശ്യത്തിനാണെന്നായിരുന്നു JCB ഓപ്പറേറ്ററോട് അൻവർ പറഞ്ഞത്. കുറ്റം സമ്മതിച്ചതോടെ പോലീസ് അൻവറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് അയാളെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. മൃതദേഹം കണ്ടെടുക്കുമ്പോൾ അത് അഴുകിയ നിലയിലായിരുന്നു. അപ്പോഴേക്കും സുബീറയെ കാണാതായിട്ട് 40 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. തെളിവെടുപ്പിനിടയിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തു നിന്ന് 300 മീറ്റർ മാറി കുഴിച്ചിട്ട നിലയിൽ സുബീറയുടെ ബാഗ് കണ്ടെത്തി. അവളുടെ മൊബൈൽ ഫോൺ തൊട്ടടുത്തുള്ള കുഴൽക്കിണറ്റിൽ എറിഞ്ഞിട്ട് പിന്നാലെ കല്ലുകൾ പെറുക്കിയിട്ടു എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. സംഭവം നടക്കുന്ന സമയത്ത് അൻവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ അയാളുടെ വീടിൻ്റെ പരിസരത്തു നിന്ന് പോലീസ് കണ്ടെടുത്തു. അൻവർ മുമ്പൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിലും ആ ബന്ധം അയാൾ വേർപെടുത്തി. എന്നാൽ മുൻ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചിരുന്നു. ഈ പണം കൊടുക്കാൻ അയാൾക്ക് മറ്റു നിർവാഹങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ അരും കൊല നടത്തിയത്. സുബീറയെ കൊലപ്പെടുത്തി അവളുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി വിറ്റ് മുൻ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്നായിരുന്നു അൻവറിൻ്റെ കണക്കുകൂട്ടൽ. സുബീറ ജോലിക്കായി പോകുമെന്നും ആ സമയം പ്രദേശം വിജനമായിരിക്കുമെന്നും അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. മുമ്പ് ഒരു കേസിലും അയാൾ പ്രതിയായിരുന്നില്ല. ക്രിമിനൽ പശ്ചാത്തലവും അയാൾക്കില്ലായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ പോലീസിന് ആദ്യഘട്ടത്തിൽ അൻവറിന് സംശയമുണ്ടായില്ല. വെറും 3.5 പവൻ സ്വർണത്തിനു വേണ്ടിയായിരുന്നു അൻവർ എന്ന നരാധമൻ ആ 21-കാരിയെ കൊലപ്പെടുത്തിയത്. വളരെ ആസൂത്രിതമായൊരു കൊലപാതകം. പക്ഷേ അത് പാളിപ്പോയി. ഏതൊരു കുറ്റകൃത്യത്തിൻ്റെ പിന്നിലും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് സുബീറ കൊലക്കേസിലും ഉണ്ടായത്.